ഒരു ഗ്രാമത്തിലെ അവിടെ ഒരു കടൽ, ആ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ഒരു കൂട്ടം ആളുകൾ. ഈ ആളുകൾക്ക് ഒരു തോണി, ഇവരെല്ലാ ദിവസവും ഇവരെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ആ തോണിയിലാണ് മീൻ പിടിക്കാൻ വേണ്ടി പോകാറുള്ളത്. ഒരുപാട് വർഷങ്ങളായിട്ട് അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തോണിയാണത്. കടലിൽ എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ഈ തോണി അവരെ സംരക്ഷിക്കുന്നു, തിരിച്ച് അവർക്ക് സന്തോഷത്തോടു കൂടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയിട്ടാണ് എന്നും ആൾ ആ തോണിയിൽ കയറാറുള്ളത്. വൈകുന്നേരം മീനൊക്കെ പിടിച്ച് വന്നു കഴിഞ്ഞാൽ ഈവനിങ് ഇവരൊന്ന് ക്ലീനൊക്കെ ചെയ്യും. ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു ഫിഷർമാന് ഇതിൻ്റെ അകത്ത് ചെറിയ ഒരു സൂചിക്കുത്ത് പോലുള്ള ഒരു ദ്വാരം കണ്ടു. ആൾ വിചാരിച്ചത് ഒരു സുഷിരല്ലോ, ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആളെന്ത് ചെയ്തില്ല, അത് റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാനോ തയ്യാറായില്ല. അങ്ങനെ പിറ്റേ ദിവസം ഇവർ സാധാരണത്തെ പോലെ തന്നെ ഈ തോണിയായിട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വലിയൊരു കാറ്റ് വന്നു. ഈ കാറ്റ് വന്ന സമയത്ത് ഈ തോണി ഒന്ന് ആടി ഉലയാൻ തുടങ്ങി. മട ചെറിയ തോതിലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വരുന്ന വെള്ളമൊക്കെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എടുത്ത് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സുഷിരത്തിൽ ചെറിയ ചെറിയ തോതിൽ വെള്ളമടിച്ച് വന്നു. അതിന് ആ വെള്ളം വളരെ ശക്തിയിൽ തോണിൻ്റെ അകത്തേക്ക് കയറാൻ തുടങ്ങി. ഇവർക്ക് ഒരിക്കൽ പോലും മുക്കി ഒഴിക്കാൻ പറ്റുന്നതിനേക്കാളും, കാരണം നല്ല കാറ്റാണ്, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന നിയന്ത്രണം കിട്ടുന്നില്ല. തോണിയുടെ ഉള്ളിൽ കംപ്ലീറ്റ്ലി വെള്ളം നിറഞ്ഞു. ഭാരം കൊണ്ട് തോണി എന്ത് ചെയ്യാൻ പോവാണ്, മുങ്ങാൻ പോവാണ്. ഇവരായിട്ട് രക്ഷപ്പെട്ട് കരയിലെത്തിയ സമയത്ത് നമ്മൾ നേരത്തെ കണ്ട ഫിഷർമാൻ പറഞ്ഞു, എൻ്റെ ഒരു അബദ്ധം കൊണ്ടാണ് ഇന്ന് ആ തോണി എന്ത് ചെയ്തത്, മുങ്ങിയത്. കാരണം ഞാൻ ആ സുഷിരം നേരത്തെ കണ്ടിരുന്നു. ആ സുഷിര അടയ്ക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് ആരോടെങ്കിലും പറയാനോ ഞാൻ തയ്യാറായാൽ മതിയായിരുന്നു. പക്ഷേ അത് ഞാൻ ചെയ്തില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടത് വലിയൊരു ട്രസ്റ്റാണ്. ബിസിനസ്സും ഇതേപോലെയുള്ള ഒരു തോണിയാണ്. ഈ തോണിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഒരുപാട് ക്ലയൻറ്റുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരുപാട് ഡാറ്റാസുകളും ഇൻഫർമേഷൻസുകളും നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വിചാരിക്കും ഒരു ഡാറ്റയല്ലേ, ഒരു ഇൻഫർമേഷൻ അല്ലേ, ഇത് പറഞ്ഞാൽ എന്ത് സംഭവിക്കാനാ. പക്ഷേ നേരത്തെ ആ തോണിക്കുണ്ടായ ആ സുഷിരം പോലെ ഏറ്റവും ചെറിയൊരു സുഷിരമായിരുന്നു. പക്ഷേ ആ സുഷിരത്തിനെ ശ്രദ്ധിക്കാതെ എന്ന സമയത്ത് അതെന്ത് ചെയ്തു, വലിയ ഒരു ദ്വാരമായിട്ട് മാറിയിട്ട് ആ വഞ്ചി എന്ത് ചെയ്തു, മുങ്ങിപ്പോയി. അതുകൊണ്ട് നമ്മൾ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ സുഷിരങ്ങളും വലുതാവുന്നതിൻ്റെ മുമ്പേ നമുക്ക് ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ പറ്റാം. അത് നമ്മൾ എന്ത് ചെയ്യണം, കൺവേ ചെയ്യാനും മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അത് തിരുത്താനും വേണ്ടി നമ്മൾ ശ്രമിക്കുക.